നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവർഷ ദിനാശംസകൾ നേരുകയാണ്. 2026 ആദ്യത്തെ സെഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചും സെൻസെക്സിനെ സംബന്ധിച്ചും ആദ്യ മണിക്കൂറുകളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടെൻഡൻസിയാണ് നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ സ്റ്റോക്ക് ടോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞൊരു വർഷം നിഫ്റ്റി 50 വലിയൊരു റോളർ കോസ്റ്റർ പ്രകടനം നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഇൻഫർമേഷൻ ആണ്. നിഫ്റ്റി 50 സ്റ്റോക്കുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇടിഞ്ഞ സ്റ്റോക്കുകളുണ്ട്, നേട്ടം നൽകിയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ പൊതുവെയുള്ള ഒരു പ്രകടനത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ അനലിസ്റ്റുകൾ ആവറേജ് ആയിട്ട് നൽകിയിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രൈസുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി 50 സ്റ്റോക്ക് മെയിൻ സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യത്തെ ഓഹരി എന്ന് പറയുന്നത് ട്രെൻഡാണ്. ട്രെൻഡിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത് അത്ര തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇയർ ആയിരുന്നില്ല. 41% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞൊരു വർഷം അല്ലെങ്കിൽ 2025 ട്രെൻഡിന്റെ ഓഹരികൾക്ക് നൽകാൻ സാധിച്ചത്. 2023 24 ഒക്കെ തന്നെ നല്ലൊരു റാലി നടത്തിയതിന് ശേഷം 2025 ഒരു നെഗറ്റീവ് റിട്ടേണിലേക്ക് പോകുന്നൊരു സാഹചര്യം ട്രെൻഡിന്റെ ഓഹരികളിൽ കാണാൻ സാധിച്ചിരുന്നു. 2013 ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നെഗറ്റീവ് റിട്ടേൺ ട്രെൻഡിന്റെ ഓഹരികൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടാറ്റ ഓഹരിയാണ്. ട്രെൻഡ് എന്ന് പറയുന്നത് വളരെയധികം ഒരു സാധ്യതകളുള്ള ഒരു ഓഹരി അല്ലെങ്കിൽ ഫണ്ടമെന്റലി ലോങ് ടേമിലൊക്കെ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കായിട്ട് നമ്മൾ പരിഗണിച്ചിരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഈ സ്റ്റോക്കിന്റെ നിലവിലെ സെന്റിമെന്റ്സ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ അപ്രോച്ചാണ് അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 17 അനലിസ്റ്റുകൾക്ക് ഇപ്പോഴും ഈ ഒരു സ്റ്റോക്കിന്മേലൊരു ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഈ ട്രെൻഡ് എന്ന് പറയുന്ന ഓഹരിക്ക് വിവിധ അനലിസ്റ്റുകൾ നൽകിയിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 6650 രൂപ മുതൽ 4300 രൂപ വരെ ആ ഒരു റേഞ്ചിൽ ട്രെൻഡിന് ടാർഗറ്റ് പ്രൈസ് അനലിസ്റ്റുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു റിസൾട്ടിന്റെയും അതുപോലെ തന്നെ പെർഫോമൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സമ്മിശ്രമായിട്ടുള്ള അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അനലിസ്റ്റുകൾക്ക് ട്രെൻഡിന്റെ ഓഹരിയിലുള്ളത്. ഇന്ന് 4282 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് അടുത്തത്. റിലയൻസ് ഇന്ന് 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യ ദിനത്തിൽ 2026 ആദ്യ ദിനത്തിൽ പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ റിലയൻസിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. റിലയൻസിനെ സംബന്ധിച്ച് നല്ലൊരു വർഷമായിരുന്നു കഴിഞ്ഞൊരു വർഷം എന്ന് പറയുന്നത്. കാരണം 27% ഒരു റാലി നടത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. റിലയൻസ് കമ്പനിയെ സംബന്ധിച്ച് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേഷൻസും കാര്യങ്ങളും ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിലയൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ടെലികോം സെക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ റീറ്റെയിൽ സെഗ്മെന്റ് ആണെങ്കിലും ഒക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് സ്റ്റോക്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ റിലയൻസ് അനലിസ്റ്റുകളൊക്കെ തന്നെ പ്രിഫേർഡ് പിക്സ് ആയിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. കുറേയധികം ബ്രോക്കറേജുകൾ ഈ ഒരു ഓഹരിന്മേൽ ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. 35 അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 1350 ടു 1890 രൂപ വരെ ആ ഒരു റേഞ്ചിലാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത്. 1579 രൂപയിലാണ് റിലയൻസിന്റെ ഓഹരികൾ ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. HDFC ബാങ്ക് ആണ് അടുത്തത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് കഴിഞ്ഞൊരു വർഷം നൽകിയിട്ടുണ്ടായിരുന്നത്. പോസിറ്റീവ് പെർഫോമൻസ് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു 11% ഒരു മുന്നേറ്റമാണ് 2025 HDFC ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്മേലും 46ഓളം അനലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 1460 രൂപയാണ് ഈ ഒരു സ്റ്റോക്കിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും ഉയർന്ന ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. HDFC ബാങ്ക് ഇന്ന് 991 രൂപ എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1050 രൂപ മുതൽ 1460 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഐഷർ മോട്ടോഴ്സ് ആണ് അടുത്ത സ്റ്റോക്ക്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ച ഒരു സ്റ്റോക്ക് കൂടിയാണ് ഐഷർ മോട്ടോഴ്സ്. 2 വർഷം നെഗറ്റീവ് റിട്ടേൺ നൽകിയതിന് ശേഷം പിന്നീട് ആ സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 51% റിട്ടേൺ ആണ് 2025 നൽകിയിരിക്കുന്നത്. ഈ 2018 2019 വർഷങ്ങളിൽ മാത്രമാണ് ഈ ഒരു നെഗറ്റീവ് റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. അല്ലാത്ത പക്ഷമൊക്കെ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ ഐഷർ മോട്ടോഴ്സിന് സാധിച്ചിട്ടുണ്ട്. 2014 ശേഷം തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഐഷർ മോട്ടോഴ്സ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഓഹരിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു 3 ഇരട്ടി റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. 22 അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്കിൽ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത്. 4700 രൂപ മുതൽ 8000 രൂപ വരെ ഐഷർ മോട്ടോഴ്സിന്
ടാർഗറ്റ് പ്രൈസ് വിവിധ അനലിസ്റ്റുകൾ അവരുടെ വ്യൂവിനനുസരിച്ച് നൽകിയിട്ടുണ്ട്. ഐഷർ മോട്ടോഴ്സ് നിലവിൽ 7343 രൂപ എന്നുള്ള റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. വാല്യുവേഷൻ കൺസേണിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഡൗൺവേർഡ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യുകയാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ് അടുത്തത്. TCSനെ സംബന്ധിച്ച് ഒരു ഡിസപ്പോയിന്റിങ് ഇയർ ആയിരുന്നു. അത്ര തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2008 ശേഷമുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ആനുവൽ പെർഫോമൻസ് ആയിരുന്നു TCS കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല 60% ഇടിവ് ഈ ഒരു TCS സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 2025 20% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. IT സ്റ്റോക്കിൽ ഓൾറെഡി കഴിഞ്ഞ വർഷം നമുക്കറിയായിരുന്നു നല്ല ഒരു പ്രഷർ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് IT സ്റ്റോക്സിൽ ഭയങ്കര ഒരു നെഗറ്റീവ് റാലി ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. പിന്നെ FISന്റെ ഭാഗത്തു നിന്നും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ വിറ്റൊഴുക്കലൊക്കെ IT സ്റ്റോക്സിലായിരുന്നു കൂടുതലും കാണാൻ സാധിച്ചിരുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് TCS അടക്കമുള്ള IT സ്റ്റോക്കുകളിൽ നമുക്ക് പ്രകടമായിരുന്നു. അതിനാൽ തന്നെ TCSനെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ അനലിസ്റ്റുകൾ ഒരു സമ്മിശ്ര പ്രതികരണം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും കുറേയധികം അനലിസ്റ്റുകൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്ലുക്ക് പങ്കുവെക്കുന്നുണ്ട്. 36 അനലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകിയിരിക്കുന്നത്. 2835 to 4810 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്കിന് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത്. നിലവിൽ TCSന്റെ ഓഹരികൾ 3227 രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത്. അപ്പോൾ ഡൗൺവേർഡ് അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ വ്യാപാരം ചെയ്യുന്ന പ്രൈസിനേക്കാളുമുള്ള താഴ്ന്ന പ്രൈസ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് കാണുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ബ്രോക്കറേജുകളും ഉണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്കിന് ടാർഗറ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ആണ് അടുത്തൊരു സ്റ്റോക്കിനെ സംബന്ധിച്ച് 2018 ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ജേർണി ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചൊരു സ്റ്റോക്കാണ് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. 33% റിട്ടേൺ 2025 നൽകാൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU ഇൻഡെക്സിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചൊരു ഓഹരി കൂടിയാണ് BEL എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സ്റ്റോക്കിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. 680 രൂപ മറികടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 395 രൂപയാണ് നിലവിൽ ഭാരത് ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് നടത്തുന്നത്. 27 അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള റിവ്യൂ പങ്കുവെച്ചുകൊണ്ട് ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത്. ശ്രീറാം ഫിനാൻസ് ആണ് അടുത്തത്. ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ച് NBFC കമ്പനികൾക്കിടയിൽ വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രീറാം ഫിനാൻസിന് സാധിച്ചിരുന്നു. 3 വർഷം തുടർച്ചയായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയതിനു ശേഷം 2025 70% ഒരു പവർ പാക്ക് കംബാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 2017 ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ് ശ്രീറാം ഫിനാൻസിന്റെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. മാത്രമല്ല തുടർച്ചയായിട്ടുള്ള 5ാമത്തെ വർഷമാണ് നിക്ഷേപകർക്ക് പോസിറ്റീവ് റിട്ടേൺ ശ്രീറാം ഫിനാൻസ് നൽകിയിരിക്കുന്നത്. ഓഹരിയിൽ ബുള്ളിഷ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് അല്ലെങ്കിൽ അപ്രോച്ചാണ് അനലിസ്റ്റുകൾ ഭൂരിഭാഗവും നൽകിയിരിക്കുന്നത്. 35 അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിന്മേൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഒരു സെൽ റെക്കമെൻഡേഷൻ പോലും ഈ ഒരു സ്റ്റോക്കിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യമാണ്. 1225 രൂപയാണ് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത്. ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ച് 1009 രൂപയാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാസിമാണ് അടുത്തത്. ഗ്രാസിം ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് അത്ര തന്നെ നിക്ഷേപകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാത്തൊരു സ്റ്റോക്കാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പക്ഷെ വളരെ സ്റ്റഡി ആയിട്ടുള്ള പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ 4 വർഷവും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. 8 അനലിസ്റ്റുകൾ ഈ ഒരു ഓഹരിക്ക് ബൈ എന്ന ശുപാർശയാണ് നൽകുന്നത്. 2960 രൂപ മുതൽ 3700 രൂപ വരെയാണ് ആ ഒരു റേഞ്ചിലാണ് അവർ ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗ്രാസിമിനെ സംബന്ധിച്ച് നിലവിൽ 2829 രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലീവർ ആണ് അടുത്തത്. FMCG സെക്ടറിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ യൂണിലീവർ. കമ്പനിയെ സംബന്ധിച്ച് 2 വർഷം നെഗറ്റീവ് റിട്ടേൺ നൽകിയതിന് ശേഷം സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 32 അനലിസ്റ്റുകൾ ഈ ഒരു സ്റ്റോക്കിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 3150 രൂപയാണ് ഇതിന്റെ ബേസിസിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹിന്ദുസ്ഥാൻ യൂണിലീവർ നിലവിൽ 2307 എന്നൊരു റേഞ്ചിൽ തന്നെയാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഹിന്ദുസ്ഥാൻ യൂണിലീവറിനെ സംബന്ധിച്ചും
തുടർച്ചയായിട്ടുള്ള 2 വർഷവും പോസിറ്റീവ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ നൽകാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് സാധിച്ചിട്ടുണ്ട്. സോ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ അനലിസ്റ്റുകൾ ബുള്ളിഷ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ്, ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. അപ്പോൾ ടാർഗറ്റ് പ്രൈസ് ബ്രോക്കറേജുകൾ എപ്പോഴും മിക്സ്ഡ് ആയിട്ടുള്ളൊരു സമീപനം തന്നെ ആയിരിക്കും ഒരു സ്റ്റോക്കിൽ നൽകുന്നത്. പലരും സെൽ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ടാവും, ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ടാവും. അതൊക്കെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലും അനാലിസിസിൻ്റെയും ബേസിസിലാണ് അത്തരത്തിൽ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചാണ് സംസാരിച്ചത്. നിങ്ങൾ എന്തായാലും ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കുക.